ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂണുകറിയാണ്. കൂണിൻ്റെ മുകൾ ഭാഗത്ത് തൊലിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം നന്നായി കഴുകിയെടുത്തതാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാള അരിഞ്ഞത്, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക്, പിന്നെ 2 ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറി വെക്കാനായിട്ട് ഞാനിവിടെ ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഉള്ളി ഒന്ന് ചെറുതായി ഒന്ന് കളറ് മാറി വരണം. അതിനുശേഷം നമ്മളതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഒരല്പം ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഈ തക്കാളി വേവുന്നതിന് വേണ്ടിയിട്ട് അല്പം നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കൂണ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കൂണ് ചേർത്തതിന് ശേഷം നമ്മളത് നന്നായി ഇളക്കിയെടുക്കണം. ഇതിലേക്ക് മസാലയെല്ലാം നന്നായി പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല. ഇത് അല്പം നേരം നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഈ കൂണിൽ നിന്ന് തന്നെ അല്പം വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കൂണിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ച് നേരം കൂടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ ചൂട് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് പരുവത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പ് കുറവാണ്, കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിനി ഒരു അല്പനേരം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ കറി നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂണ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്.